രണ്ടാം ദിവസത്തെ പരിപാടി അതിഗംഭീരമായ പരിപാടി അറബി ഗാനം. എന്ത് രസവും ആ അറബി ഗാനം ഇങ്ങനെ പാടുന്നത് കേട്ടാൽ അവർ ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അറബി ഗാനം കേട്ടിട്ടുണ്ടാവില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അറബി ഗാനം ശരിക്കും പറഞ്ഞാൽ എന്താണ് പാട്ട് സത്യത്തിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സിലാകുന്ന കൂടി ആ പാട്ട് എന്താണ് അവർ പാടുന്നത്, അതിൻ്റെ വേർഡ്സ് എന്താണെന്നൊക്കെ മനസ്സിലാകുന്നില്ല. എന്നാലും ഒരു അറബി പാട്ട് കേൾക്കാൻ രസമുണ്ട്. പിന്നെ അതിനെ ഫുള്ള് അറബികളുടെ കസാരയും ടേബിളും മറ്റേ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് വന്ന് അവിടെ ഇരിക്കുകയും ഫുഡ് ഉണ്ടാക്കുകയും ഫുഡ് തിന്നുകയും പിന്നെ ചിക്കൻ പൊരിക്കുന്ന എല്ലാ ഐറ്റംസും എല്ലാം കൊണ്ടുവന്നിട്ട് ഭയങ്കര പരിപാടികൾ ചെയ്യുന്നത് അറബികൾ. ഇവരെ ഈ ഗാനമേള നടക്കുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് ഭയങ്കര രസമായിരുന്നു ഇവരെ ഗാനമേള കാണാൻ. പിന്നെ കുറേ കുട്ടികൾ അപ്പത്തിപ്പറ്റ ഓസ്ട്രേലിയത്തിൽ അടിക്കുകയും മറ്റേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഞാൻ ഈ പെർഫോമൻസ് നടത്തുന്നുണ്ട്. ഇത് കാണാനും ആൾക്കാരുണ്ട്. മുമ്പിൽ VIP ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് ഒക്കെ സൗകര്യം അണിയിച്ചിട്ടുണ്ട്. അപ്പം അതിന് നോക്കാനും പിടിക്കാനൊക്കെ ബോഡി ഗാർഡ്സുകളും ആൾക്കാരൊക്കെ ഉണ്ട്. വേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വെള്ളം വേണമെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഒക്കെ നോക്കാൻ അപ്പുറത്തായിട്ട് ആണുങ്ങന്മാരും പെണ്ണുങ്ങന്മാരൊക്കെ ഉണ്ട്. എന്നാലും നല്ലൊരു പരിപാടി തന്നെ. ആ 2-ാം തീയതി നേഷണൽ അന്നത്തെ ആ ദിവസം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. കാണാൻ പറ്റി. അത്രയും നല്ലൊരു ഭംഗിയുള്ള പരിപാടി ഇങ്ങനെ കാണാൻ പറ്റില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് നല്ലൊരു പരിപാടിയായിരുന്നു. അത് ഇത്ര നല്ല ഭംഗി. പിന്നെ ഒരു പെൺകുട്ടി അറബിയിലൊരു അറബിയിലൊരു വാചകം പറയാണ്. അറബി വാചകം സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും വാചകം ആർക്കും പറയാൻ പറ്റൂല. ആ കുട്ടിക്ക് മാത്രമായിട്ട് കുട്ടി ഭയങ്കര കഴിവോടെ ഒരു ഇത് പറയുന്നുണ്ട്. ഭയങ്കര രസകര കുട്ടി പറയുന്ന കാണാൻ ഭംഗിയെന്നോ നല്ല ഭംഗിയാണ് കുട്ടി പറയുന്നത്. ആ ചെറിയ കുട്ടി വരെ അറബി ഗാനം പാടുകയാണ്. എന്നാൽ അതിൽ പാട്ടുമുണ്ട്. അറബിൻ്റെ കുറേ വാക്കുകൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പാട്ട് എല്ലാം നടക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു കുട്ടികളെ കാണാൻ. ഇത്രയും ചെറിയ കൊച്ചി ഇത്രയും നല്ല കഴിവോടെ പഠിച്ചിട്ട് കാണാപ്പാടം പഠിച്ച് ഇങ്ങനെ ഓരോന്ന് പാടുന്നത് കേൾക്കുമ്പോൾ വേറെ തന്നെ രസമല്ലേ. ശരിക്കും എനിക്ക് തന്നെ അതിശയിപ്പോയി ആ കൊച്ചിനെ കണ്ടിട്ട്. ഇത്ര നല്ലൊരു കൊച്ചിനെ ആദ്യമായിട്ട് കാണാൻ. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പഠിച്ച് കഴിവോടെ ഓരോന്ന് പരിപാടി അവതരിപ്പിക്കുമ്പോൾ പിന്നെ അറബി ഡ്രസ്സാണ് വെച്ചിട്ട് അറബി ഡ്രസ്സാണ് കുറേ ടീം വന്നിട്ട് അറബിയിൽ കുറേ ഡാൻസൊക്കെ ഇട്ട് ബടി കമ്പും പടിയൊക്കെ വെച്ചിട്ട് അവർ ഭയങ്കര രസമായിരുന്നു ആ ഡാൻസ്. ആണെന്നെ വേണം. ഏതായാലും ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കണ്ടിട്ട് തന്നെ ഇല്ല. എന്തല്ലോ പെർഫോമൻസ് ഇങ്ങനെ ഓരോന്ന് കളിക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് അവരെ കളിയാണ്. അറബിക്കാരൻ്റെ അടിയിലേ വന്നിട്ട് നടക്കുന്നു, വടി കറക്കുന്നു, കളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോന്ന് കാണുന്നു. അജ്മാൽ ഭാഗത്തെല്ലാം വന്നിട്ട് ഇങ്ങനത്തെ ഓരോന്ന് കാണും. ശരിക്കും പറഞ്ഞാൽ നാഷണലിൻ്റെ ഒരു ദിവസമായിരുന്നു ആ ദിവസം. എൻ്റെ തന്നെ അതിൽ ചിലവ് മൊത്തം കഴിഞ്ഞു. ഭയങ്കര രസമായ പരിപാടിയൊക്കെ കണ്ടു. ഹാപ്പിയായി സന്തോഷമായി. ഓരോ ഡാൻസും ഓരോ പാട്ടും ഒക്കെ ഉണ്ട്. ഇനി എന്തൊക്കെയോ കാണാനുണ്ട്. കുറേ ഉണ്ട്. നല്ല രസമായിട്ട് ഇങ്ങനെ ഓരോന്ന് കാണണം. ഇനി ഇവരെ തന്നെ هواها أغلى من ذاتي تراها تسكن فؤادي
وتحرسها إماراتي إماراتي أحب وأعشق بلادي إماراتي إماراتي أحب وأعشق بلادي قيمناهم مبادئنا تسامح طيب يجمعنا سبقنا في دولة يديم الله وحدتنا إماراتي إماراتي أحب وأعشق بلادي إماراتي إماراتي أحب وأعشق بلادي إلى الأحضان ضمتنا عن الباقين علتنا فداك الروح يا بلادي يا أرضي ماضين أجدادي إماراتي إماراتي أحب وأعشق بلادي إماراتي إماراتي أحب وأعشق بلادي കുട്ടി അറബി പാട്ട് പാടുന്നു. എന്ത് രസമെന്ന് ആ പാട്ട് കേൾക്കാനും കാണാനും. നാഷണലിൻ്റെ ഒരു പാട്ടും അതിൻ്റെ ഉള്ളിൽ വേറൊരു പാട്ടും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പാടുകയാണ്. നല്ല മനോഹരമായൊരു ഗാനം. എന്ത് രസം അത് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം. ഇതെല്ലാം കാണേണ്ട കാഴ്ച തന്നെ. എനിക്കെല്ലാം സത്യം പറഞ്ഞാൽ ഇതെല്ലാം കണ്ടിട്ട് തന്നെ എനിക്ക് ഇവിടുന്ന് മാറിപ്പോകാൻ തോന്നുന്നില്ല. ഇതെല്ലാം കണ്ടിരിക്കാൻ തോന്നി. ഇങ്ങനെ ഓരോ പരിപാടി ഓരോ പെർഫോമൻസ് ഇങ്ങനെ മാറി ഓരോ ദേശത്തിൽ ഓരോ മോഡലൊക്കെ വന്ന് കളിക്കുന്നതും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് വിട്ട് മാറാൻ തോന്നില്ല. റൂമിലേക്ക് പോകാൻ തോന്നില്ല. ഇവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ പരിപാടി കാണാൻ ആഗ്രഹം തോന്നുന്നു. പിന്നെ പനിയും കാര്യങ്ങളും ആയതുകൊണ്ട് അധികം തന്നെ നിൽക്കാൻ നിന്നില്ല. വേഗം ചെയ്തു കണ്ടു, വേഗം തന്നെ വിട്ടു. അധികം നേരം നിന്നൊക്കെ പറയാറുള്ളൂ. പനിയുടെ പ്രശ്നം കാരണം നമുക്ക് ഇവിടെ എല്ലാവർക്കും പകരണ്ട വിചാരിച്ചുകൊണ്ട് വേഗം വിട്ടു. അവസാനം കാണാനും രസമുണ്ട്. പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും എന്തേ ഇത്ര നല്ല മനോഹരമായ ഒരു പരിപാടി നാഷണൽ ഡേ അന്നത്തെ ദിവസത്തെ ഒരു പരിപാടി കാണുമ്പോൾ ആ ഭംഗിയുണ്ടല്ലോ, ഏടിയും കിട്ടൂല ആ ഭംഗി. നല്ല മനോഹരമായൊരു ഗാനം. ആ ഗാനം ഇങ്ങനെ കേട്ടും കണ്ടു